എടാ തട്ടുകടത്തെ പുട്ടിനൊക്കെ ഭയങ്കര ടേസ്റ്റ് അല്ലേ, എന്തോ ഒരത്. ഞാനിന്ന് അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള പുട്ടുപൊടിയിൽ 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ പഞ്ചസാരയും ഒരു ചെറിയ കഷ്ണം ബട്ടറും ആവശ്യത്തിനുള്ള തേങ്ങയും അതിൽ ഇളം ചൂടാറിയ വെള്ളം ഒഴിച്ചിട്ട് പുട്ടിന് കുഴക്കുന്ന പോലെ നല്ല പോലെ ഇങ്ങനെ മിക്സ് ചെയ്യുക. പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ കുറേ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിങ്ങനെ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ പിന്നെയും കുറച്ച് ചൂടുവെള്ളം നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരത്തിന് ശേഷം ഇതുപോലെ ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പം കണ്ട ഞാൻ പ്രഷർ അമർത്തിയതിന് ശേഷം അത് പെട്ടെന്ന് പൊടിഞ്ഞു വന്നില്ല. ഇതാണ് നമ്മളെ പെർഫെക്റ്റ് ടെക്സ്ചർ. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ചില്ലിടുക, തേങ്ങ ഇടുക, പിന്നെ പുട്ടിൻ്റെ ആ ഒരു മിക്സ്ചറും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കുക്കറിൽ ഏകദേശം 1/4 ഭാഗത്തോളം വെള്ളമായിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് സ്റ്റീം വരുന്ന സമയത്ത് ഇതുപോലെ സ്റ്റീം വരും പുറത്തോട്ടേക്ക്. അപ്പം നമ്മുടെ സ്റ്റീം കേക്ക് അഥവാ പുട്ട് ഇവിടെ റെഡി ആയി എന്നാണ്. നമ്മുടെ പെർഫെക്റ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തട്ടുകടയത്തെ അതേ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ആ ഒരു ബട്ടറും ഷുഗറൊക്കെ കൂടി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ, എന്ത് സോഫ്റ്റാണെന്നറിയോ. എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂടെ നല്ല ബീഫ് കറി ഉണ്ടായാലോ, പൊളിക്കൂലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബൈ.